ഹലോ ഗായ്സ്, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ പാറ്റേൺ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വരച്ചെടുത്തേക്കുന്നത് ട്രേസിങ് ഷീറ്റിലാണ്. നിങ്ങൾക്ക് സാധാ പേപ്പറിലായാലും വരച്ചെടുക്കാം. ഇനി നമ്മളിത് തുണിയിലോട്ട് പകർത്തുകയാണ്. പകർത്താൻ ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു കാർബൺ ഷീറ്റാണ്. നമുക്കിന്ന് പകർത്താം. ഫസ്റ്റ് നമ്മളതിന് തുണി എടുക്കുക. തുണി എടുത്തിട്ട് എവിടെയാണോ വേണ്ടത് ആ ഒരു പോർഷൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാർബൺ ഷീറ്റ്, അപ്പം ഈ എഴുത്ത് ഭാഗം മുകളിലും അടിവശത്ത് പതിയാണ് വേണ്ടത്, അങ്ങനെ വെക്കുക. ഇനി നമ്മുടെ പാറ്റേൺ വയ്ക്കുക, വരയ്ക്കുക. വരച്ചിട്ട് നോക്കുമ്പം ഇതുപോലെ പതി നമുക്ക് കിട്ടും. ഇത് കണക്ക് നമുക്ക് ഫുൾ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കളറ്, പിന്നെ ഇച്ചിരി വലിയ സൂചി, ഇച്ചിരി ഹോൾ സൈസുള്ള സൂചി, പിന്നെ കത്രിക. ഇത് മാത്രമാണ് വേണ്ടത് നമുക്ക്. ഇതൊരു ഓർഡർ കിട്ടിയ വർക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് ചെയ്തു. ഇനി ഇതിൽ ലാസ്റ്റ് പോർഷൻ എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫ്ലവറുണ്ട്, സ്റ്റെമ്മുണ്ട്, ഒരു ലീഫുണ്ട്, ഫ്രഞ്ച് നോട്ട്സും ഉണ്ട്. ഇതിൽ ഈ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെം. ഈ സ്റ്റെമ്മിൽ ഏറ്റവും തുടങ്ങുന്ന എവിടെ നിന്നാണോ അവിടെ ഒരു പോയിൻ്റ് കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് അകലെയായിട്ട് ബി എന്ന പോയിൻ്റിൽ കുത്തി ഇറക്കി കൊടുക്കുക. വീണ്ടും ഈ നൂല് മൊത്തത്തിൽ വലിച്ചെടുക്കരുത്, പകരം നമ്മൾ ഈ സി പോയിൻറ്റിൽ ഒന്ന് കുത്തിയെടുക്കുക. അതിനെയാണ് ഈ സ്റ്റെം സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയാണ് ലീഫ് സ്റ്റിച്ച്. ലീഫ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലീഫിൻ്റെ പാറ്റേൺ ആ ലീഫ് ഷേപ്പിൽ തന്നെ വന്നാലേ നമ്മൾ ചെയ്ത ലീഫിന് ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇപ്പം അങ്ങനെ ലീഫ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങനെ രണ്ട് പോർഷൻസ് കിട്ടും. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ലീഫിൻ്റെ സെൻറ്റർ അത് ഈ ഒരു എൻഡിൽ നിന്ന് കുറച്ച് ആ നടുക്കത്തെ വെയും പോലെ ഭാഗത്ത് വരുന്ന ഭാഗത്തോട്ട് ഇച്ചിരി ഇപ്പുറത്തോട്ടാണ് ഒരു പോയിൻ്റ് എടുക്കുക. അപ്പം എയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ബിയിലേക്ക് കുത്തിയിറക്കുക. ഇനി നമ്മൾ എടുക്കുന്ന ഒരേ ഒരു സൈഡായിരിക്കും. ഞാനിപ്പോൾ എടുക്കുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ തൊട്ട് ഇപ്പുറത്തോട്ടാണ് സി. എന്താ പോയിൻ്റ് കുത്തിയെടുക്കുക. ഡി എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു ചരിച്ചൊന്ന് കുത്തിയിറക്കി കൊടുക്കുക. അത് കണക്ക് വീണ്ടും ഇതേ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് XY എന്നോ YZ എന്ന പോയിന്റിൽ ഇങ്ങനെ കുത്തിയിറക്കി കൊടുക്കുക. സെയിം പ്രൊസീജിയർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഫ്ലവർ സ്റ്റിച്ച് നമ്മളോട് ഉപയോഗിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ്. ഫ്ലവർ വരയ്ക്കുക. ഈ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഉണ്ടാകും, ആ പോയിൻറ്റിലോട്ടാണ് നമ്മൾ ഷോർട്ട് സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുന്നത്. ലോങ് സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇവിടുന്ന് ഈ നമ്മുടെ ആ ഫ്ലവറിൻ്റെ നടുക്കത്തെ ഏരിയ വരെ. ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന്, അത് ഇവിടം വരെ പോകത്തില്ല, കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട്. അതാണ് ഇങ്ങനെയാണ് വരുന്നത്. ലോങ് ഷോർട്ട്, ലോങ് ഷോർട്ട്, ഇങ്ങനെയാണ് ആ സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് തുണിമേൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റെം സ്റ്റിച്ചിനായിട്ട് ഒരു പോയിൻറ്റിൽ കുത്തിയെടുക്കുക, വേറെ പോയിൻറ്റിലോട്ട് കുത്തി താക്കുക. മൊത്തം നൂലും വലിച്ചെടുക്കരുത്. ഈ രണ്ട് പോയിൻറ്റിന് നടുക്കുന്ന ഒരു പോയിൻ്റുണ്ട്, ആ പോയിൻറ്റിലേക്ക് കുത്തിയെടുക്കുക. ബാക്കി നൂല് വലിച്ചെടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഏത് പോയിൻറ്റിൽ നിന്നാണോ കുത്തിയെടുത്തത് ആ പോയിൻറ്റിനെ തൊട്ട് ഇപ്പുറത്തോട്ടായിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ നമ്മൾ എൻഡ് നോട്ട് എടുക്കുക, അതായത് അതിനെ കെട്ടി അവസാനിപ്പിക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ലീഫ് സ്റ്റിച്ചാണ്. ലീഫിൻ്റെ തുമ്പത്തുനിന്ന് കുത്തിയെടുക്കുക, ഒരു പോയിൻറ്റിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് കുത്തിയിറക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് തൊട്ട് ചേർത്ത് ഇപ്പുറത്തോട്ടായിട്ട് ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് താഴോട്ട് കുത്തി ഇറക്കി കൊടുക്കുക. ഒന്ന് ചെരിച്ച് കുത്തി ഇറക്കി കൊടുക്കുക.
ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് സ്റ്റിച്ചും കൊടുത്തതിന് ശേഷം ബാക്കിൽ എടുത്തിട്ട് അതിനെ എൻഡിനോട്ട് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ ചെയ്യാൻ ഒരു പെറ്റലിൻ്റെ നടുക്കുന്നായിട്ട് കുത്തിയെടുക്കുക. ലോങ് സ്റ്റിച്ച് തൊട്ടിപ്പുറത്തോട്ടായിട്ട് ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഒരു ലോങ് സ്റ്റിച്ച്, പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. പെറ്റൽ ഷേപ്പ് വരണം, അതാണ് മെയിൻ പോയിൻ്റ്. ഇവിടെയും ബാക്കിൽ ഒരു എൻഡ് നോട്ട് കൊടുക്കുക. പെറ്റൽസ് എല്ലാം കൊടുത്ത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് നൂലെടുക്കുക. നൂലിൻ്റെ തുമ്പൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. കെട്ടിയിട്ട് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക. കുത്തിയതിന് ശേഷം സൂചീൻ്റെ തുമ്പിൽ 2 വട്ടോ 3 വട്ടോ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ കുത്തിയെടുത്തത് ആ പൂവിലേക്ക് കുത്തി തിരിച്ചിറക്കി കൊടുക്കുക. ഈ ഒരു ഇടത് കൈ ഇച്ചിരി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഈ നൂല് വലിയാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് ഈ ബാക്കി ഇതിനെ സൂചി ബാക്കിലോട്ട് വലിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കിട്ടി. കണ്ടോ? കംപ്ലീറ്റ് ആക്കിയ നമ്മുടെ പാറ്റേൺ ഇതാണ്. അടിപൊളിയായിട്ടുണ്ട് ഇത് കാണാനായിട്ട്, നല്ല ഭംഗി. നിങ്ങൾ തീർച്ചയായും വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള ഈസി ലേണിങ്ങിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.